ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 1ാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എന്താണ് പറഞ്ഞത്? ഇക്വേഷൻസ് ഓഫ് എച്ച് ആൻഡ് പി അല്ലേ? ഹീറ്റിൻ്റെയും പവറിൻ്റെയും ഇക്വേഷൻസ് എന്തൊക്കെയാണ് നോക്കിയാലോ? ഇക്വേഷൻസ് ഓഫ് എച്ച്, ഇക്വേഷൻസ് ഓഫ് പി അങ്ങനെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എച്ചിൻ്റെത് നോക്കിയാൽ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ഇക്വേഷൻസ് ഓഫ് പി നോക്കിയാൽ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. By comparing these equations, we can found that എന്താ മനസ്സിലാവുന്നത്? എച്ചിൻ്റെ ഇക്വേഷനിൽ ടൈമായ ടി ഒഴിവാക്കിയതാണ് പവറിൻ്റെ ഇക്വേഷൻസ്. നമ്മൾ എച്ചിൻ്റെ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ പിയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ? എന്ത് ചെയ്താൽ മതി? എച്ചിൻ്റെ ഇക്വേഷനിലെ ടി ഒഴിവാക്കിയിട്ട് പിയുടെ ഇക്വേഷൻസ് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിൽ പേജ് നമ്പർ 11 അതെടുക്കാം. അതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 1.2. അവർ ചോദിച്ചിട്ടുള്ളത് ജൂൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയുള്ളത് അതിൽ? ചാലകത്തിന്റെ പ്രതിരോധം R, വൈദ്യുത പ്രവാഹ തീവ്രത I, വൈദ്യുതി പ്രവഹിച്ച സമയം T, ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം ദാറ്റ് ഈസ് H is equal to I square RT. ദെൻ താപത്തിലുണ്ടായ മാറ്റം, എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഫസ്റ്റ് എത്തത് അവിടെ കൊടുത്തിട്ടുണ്ട് 2R, പ്രതിരോധം 2R കൊടുത്തു. I ടൈം T തന്നെ, അവിടെ ഉണ്ടായ താപം I square RT. ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുമ്പോൾ ആറിന് പകരം 2R എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുക 2I സ്ക്വയർ ആർ ടി. താപത്തിലുണ്ടായ മാറ്റം എന്താണ്? 2 മടങ്ങ് 2H അല്ലേ? ഐ സ്ക്വയർ ആർ ടിക്ക് പകരം നമുക്ക് എന്താ കിട്ടിയത്? 2I സ്ക്വയർ ആർ ടി. അപ്പോൾ അവിടെ താപത്തിലുണ്ടായ മാറ്റം 2 മടങ്ങാണ് 2H. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ പൂർത്തിയാക്കണം. നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസ് ആറിന് 6 തന്നെയാണ്, കറണ്ട് 2I, കറണ്ട് 2I കൊടുക്കുന്നു, കറണ്ട് 2I കൊടുത്തു, ടൈം T തന്നെയാണ്. ഇക്വേഷൻ H is equal to I square RT, ഐക്ക് പകരം 2I സ്ക്വയർ ഹോൾ സ്ക്വയർ കൊടുക്കുക ഇൻറ്റു R ഇൻറ്റു T. 2I ഹോൾ സ്ക്വയർ എന്താവും? 4I സ്ക്വയർ ആവും, 4I സ്ക്വയർ RT. അപ്പം നമുക്ക് താപത്തിലുണ്ടായ മാറ്റം 4 മടങ്ങായിട്ട് കിട്ടും. 4H ആണ്, 4 ടൈംസ് കിട്ടും. നെക്സ്റ്റ് എന്താണ്? ആറിന് പകരം R/2 കറണ്ട് I, ടൈം T. H is equal to I സ്ക്വയർ RT, H is equal to I സ്ക്വയർ ഇൻറ്റു ആറിന് പകരം R/2, ആറിന് പകരം R/2 കൊടുക്കുക ഇൻറ്റു ടി കൊടുക്കുക. അന്നേരം നമുക്ക് ഉത്തരം കിട്ടുക ഈ 1/2 പുറത്തേക്ക് എടുക്കുക, ഹാഫ് ഇൻറ്റു I സ്ക്വയർ ആർ ടി, ഹാഫ് I സ്ക്വയർ ആർ ടി. അവിടെ താപത്തിലുണ്ടായ മാറ്റം H/2, പകുതിയല്ലേ കിട്ടുന്നത്? ഹാഫ് ടൈംസ്. നെക്സ്റ്റ് മൂന്നാമത്തെ കേസ് പറയുന്നത് R തന്നെ, I/2 ടൈം T. H is equal to I സ്ക്വയർ ആർ ടി, H is equal to I/2 ആയതുകൊണ്ട് I/2 ഹോൾ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. അവിടെ I സ്ക്വയർ ബൈ 4 ഇൻറ്റു R ഇൻറ്റു T. 1/4 പുറത്തേക്ക് എടുക്കുക, 1/4 ഇൻറ്റു I സ്ക്വയർ R ഇൻറ്റു T. അവിടെ നമുക്ക് H/4
1/4 ടൈംസ് അല്ലെങ്കിൽ 4/1 കിട്ടുന്നത്. 4/1 കിട്ടുന്നത്. അഞ്ചാമത്തെ കേസ് 6i2t, ടൈം ടിക്ക് പകരം നമ്മൾ 2t കൊടുക്കുന്നു. h is equal to I square RT, h is equal to I square R into ടിക്ക് പകരം 2t. 2t കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 2i square RT, 2i square RT എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 2 മടങ്ങാണ്, 2 ടൈംസ് 2h ആണ് നമുക്ക് കിട്ടുന്നത്. ആറാമത്തെ കേസിൽ 6i/2, 6i/2. അവിടെ h is equal to I square RT, h is equal to I square R into ടിക്ക് പകരം t/2, ടിക്ക് പകരം t/2. അവിടെ കിട്ടുക h is equal to I square RT അല്ലേ? t/2 ഉള്ളത് നമ്മൾ 1/2 പുറത്തേക്ക് എടുക്കുക, ഹാഫ് ഇൻറ്റു I square RT എന്ന് കിട്ടും. അവിടെ താപത്തിലുണ്ടായ മാറ്റം ഹാഫ് h ആണ്, ഹാഫ് ടൈംസ് പകുതി. നമ്മൾ ടേബിള് ഫിൽ ചെയ്തു. നെക്സ്റ്റ് അവിടെ ചോദിച്ചിട്ടുള്ളത് പട്ടിക വിശകലനം ചെയ്ത് താപോൽപാദനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം ഏതെന്ന് എഴുതുക. നമുക്ക് അവിടെ എന്താണ് കിട്ടിയത്? ഏറ്റവും 2i കൊടുത്തപ്പോഴാണ് നമുക്ക് 4 ടൈംസ് കിട്ടിയത്. i/2 കൊടുത്തപ്പോൾ നമുക്ക് 4/1, 1/4 ടൈംസ് കിട്ടി. അപ്പൊ അവിടെ ഏറ്റവും സ്വാധീനിച്ച ഘടകം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെ? വൈദ്യുത പ്രവാഹ തീവ്രത, കറണ്ടാണ് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർക്യൂട്ടിലെ പ്രതിരോധം, കറണ്ട്, വൈദ്യുതി, പ്രവഹിക്കുന്ന സമയം എന്നിവയിൽ വരുന്ന മാറ്റം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ.